ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ടെറസിൻ്റെ മേലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മേലെ വന്നപ്പോഴേക്കും നല്ല വെയിലാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 7 മണി സമയത്തൊന്നും ഞാനങ്ങനെ ഇപ്പോൾ ടെറസിൽ കയറാറില്ല. എന്നാലും ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ചെടികളൊക്കെ എന്തായി എന്നൊക്കെ നോക്കാനൊക്കെയാണ് വന്നത് കേട്ടോ. വന്നപ്പോഴേക്കും ഉണ്ട് നല്ല വെയിൽ, ഇവിടെ ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് ചെടികൾക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ തുണിയൊക്കെ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിലേ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഉണ്ട് പെട്ടെന്ന് ഞാൻ താഴേക്ക് തന്നെ വന്നെന്ന് പറഞ്ഞില്ലേ, വന്നപ്പോഴേക്കും ഉണ്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളിങ്ങനെ അതിശയത്തോടെ നോക്കുമായിരുന്നു കേട്ടോ. സാധാരണ ചെന്നൈയിൽ ഈ സമയത്തൊന്നും മഴ കിട്ടാറേ ഇല്ല, നല്ല വെയിലുള്ള സമയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഫെബ്രുവരി മാസമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട് 5-6 മാസത്തേക്ക് നല്ല ചൂടും വെയിലും ഒക്കെയാണ്. മെയ് മാസത്തിലാണ് ഇവിടെ കത്തിരി വെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കത്തിരി വെയിലെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വെയിലാണ്, ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ അലേർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഉഷ്ണം കൂടുതലായിരിക്കും, ഉഷ്ണതരംഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ സമയത്ത് അധികം അങ്ങനെ പുറത്ത് പോകാറില്ല. അഥവാ പോയാലും നമ്മൾ ഇങ്ങനെ മാസ്കൊക്കെ വെച്ച് അല്ലെങ്കിൽ ടവലൊക്കെ തലയിലിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടിപ്പം വലുതായിട്ട് പകലുള്ള യാത്രകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി. അങ്ങനെ 8 മണിക്ക് ശേഷം ആ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ അന്തരീക്ഷം ഒന്ന് തണുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ മഴ തോന്നുന്നു കേട്ടോ. അത്രയും മഴ പെയ്ത സ്ഥലമാണെന്നൊന്നും പറയത്തില്ല, അത്രയ്ക്കും വെയിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. ഇതിനിടയിൽ തന്നെ ഞാൻ കട്ടൻ ചായയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ജോലികൾ ഒതുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ മഴ കണ്ട് ആസ്വദിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞതുമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയ കാരണം കൊണ്ട് നല്ല മടിയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കാനൊക്കെ. ശരിക്കും ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഞാനിങ്ങനെ രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റെങ്കിലും പിന്നെ ആയപ്പോഴത്തേക്കും AC ഇട്ടിട്ട് കിടന്നുറങ്ങുന്നതുകൊണ്ട് സുഖമായിട്ട് നന്നായിട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു, പക്ഷേ ഇത് മേലെയൊക്കെ പോയി മഴയൊക്കെ കണ്ടു നിന്നുകൊണ്ടാണ് ലേറ്റായി പോയത് കിച്ചണിൽ കയറാനായിട്ട്. പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു മഡ്പോട്ടിൻ്റെ ഒരു ഇത് കണ്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ യാത്ര പോയിന്ന്, വെക്കേഷൻ പ്രമാണിച്ചിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അതിൽ നമ്മളന്ന് ഡിമാർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള മിൻറ്റ് മോര് കുടിച്ചിട്ടുള്ള ഗ്ലാസ്സാണ്. അത് നമുക്ക് തന്നത് ഞാൻ പിറ്റേ ദിവസം എടുത്തത് കഴുകി വെച്ചു. നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകി വെച്ചേക്കുവാണ് കേട്ടോ. നമുക്കിനി ഇതിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നെങ്കിൽ കുടിക്കാമല്ലോ. പിന്നെ കൈയോടെ തന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇതിനിടയിൽ തന്നെ വിം ജെല്ലൊക്കെ തീർന്നു പോയി. അതൊക്കെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് എടുത്തത് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പാക്കറ്റായിട്ടുള്ള വിം ജെല്ലാണ് മേടിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ എൻ്റെ അടുത്തൊരു ബോട്ടിൽ ഇരിപ്പുണ്ട്, അതിൽ ഞാനിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ കഴുകുന്ന സമയത്തും കുറച്ചധികം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു 3-4 മാസത്തേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം നേരെ വന്നിട്ട് ദോശയൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ആമിക്ക് മാത്രമാണ് ദോശ ഉണ്ടാക്കുന്നത്. എനിക്കും ഹസ്ബൻഡിനും ഓട്സിൻ്റെ ഒരു സ്മൂത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പൊടിദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അവൾക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിതിൽ ചിലപ്പോൾ ഒണിയനും കൂടി ഇട്ടിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഊത്തപ്പം പോലെ ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള ഉഴുന്ന് പൊടിയില്ലേ, ഇഡ്ഡലി പൗഡർ, അത് വെച്ചിട്ടുള്ള അതിങ്ങനെ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്ന ദോശയാണ്. ഇതാകുമ്പോഴത്തേക്കും കറിയൊന്നും വേണ്ട. അവൾക്ക് നല്ല ഇഷ്ടമാണ്, നല്ല എരിവുള്ളതും കൊണ്ട് അവൾ കഴിച്ചോളും. പിന്നെ ഞാനിന്ന് ഓട്സും പഴവും കൂടി ഇട്ടിട്ടൊരു സ്മൂത്തിയാണ് കുടിക്കുന്നത്. ഞാനും ഹസ്ബൻഡും ഇത് തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ കഴിക്കുകയുള്ളൂ. കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും മാത്രമല്ല, ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് ആമിക്ക് ഓട്സ് അത്രയും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് വേണ്ടിയിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് നടക്കാനൊക്കെ പോയേക്കാണ്. നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും രാവിലെ തന്നെ ഇത് കഴിച്ചു. ഇപ്പോൾ ഏകദേശം മണി ഒരു 9 ആയിട്ടുണ്ട്. സാധാരണ ഈ സമയത്തൊക്കെ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി.
പിന്നെ ഇന്ന് നമ്മൾ സോയാ ചങ്ക്സിൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ, മീൽ മേക്കറിൻ്റെ ബിരിയാണി. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും, വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടുത്തെ ചെന്നൈയിലെ സ്റ്റൈലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബാസ്മതി റൈസ് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു ഗ്ലാസ്സിലാണ് ബാസ്മതി റൈസ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അളന്നെടുക്കുന്നത് കേട്ടോ. അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്, കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് അതൊന്ന് വെള്ളത്തിൽ കുതിർന്ന് വരട്ടെ. ഇതിനിടയിൽ തന്നെ നമുക്ക് സോയാ ചങ്ക്സ് വേവിച്ചെടുക്കാം. വേവിക്കേണ്ട, അതൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് മീൽ മേക്കർ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. ഇതിനിടയിൽ തന്നെ ഞാൻ സവാളയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൈഡ് ബൈ സൈഡ് മറ്റുള്ള പണികളും കൂടി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, സൈഡിൽ കൂടി തന്നെ മറ്റുള്ള പണികളും കൂടി ചെയ്യും. ഇപ്പോൾ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കൊക്കെ വന്ന് നോക്കുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ സൈഡിൽ പണികൾ നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഇതിനിൽ തന്നെ നമ്മുടെ മീൽ മേക്കറൊക്കെ നന്നായിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് വെന്ത് വന്നു. ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട, ഒരു 5 മിനിറ്റ് മതി. എന്നിട്ടത് നന്നായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുന്ന വരെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി ചെയ്യുമ്പോഴത്തേക്കും ഈ സോയാ ചങ്ക്സിലും കൂടി മസാല ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര്, ഉപ്പ് നീര് ഇത്രയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. മുളക് പൊടിയാണെങ്കിൽ എരിവിന് ആവശ്യത്തിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തൈരിന് പകരം ലെമൺ ജ്യൂസും, അതുപോലെ എരിവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലെമൺ ജ്യൂസും പെപ്പർ പൗഡറും ചേർത്തിട്ടില്ല. അങ്ങനെ അതൊരു സൈഡിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുകയാണ്, അതൊന്ന് കുതിർന്ന് വരട്ടെ. 30 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെ നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. ഹസ്ബൻഡിനിടയിൽ തന്നെ പോയിട്ട് പുതിനയിലയും മല്ലിയിലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടുന്ന പുതിനയും മല്ലിയിലയും മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പുതിനയിലയും മല്ലിയിലയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ സമയമില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി ക്ലീൻ ചെയ്ത് എടുത്തേനെ. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടുന്നത് മാത്രം നമ്മളത് ക്ലീൻ ചെയ്തെടുത്തു, കാരണം നമുക്ക് സമയം കുറവാണ് ഇപ്പോൾ. പിന്നെ 3 കിലോ തക്കാളി 50 രൂപയ്ക്ക് കിട്ടി. നല്ല റേറ്റ് കുറവാണ് ഇപ്പോൾ തക്കാളിക്ക്. അങ്ങനെ അതൊക്കെ എടുത്തൊന്ന് ബാസ്ക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല തക്കാളി, അതുകൊണ്ട് പുറത്തായിരിക്കും വെക്കുന്നത് കേട്ടോ 2-3 ദിവസത്തേക്ക്. ഇനി നമുക്ക് മീൽ മേക്കർ ബിരിയാണി ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് മുഴുവൻ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് മസാലയൊക്കെ, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ സോയാ ചങ്ക്സിനകത്ത് മസാല ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിലേക്കുള്ള മസാല കുറച്ച് ചേർത്തത്. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മസാലകൾ ഇതിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മസാലയുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു തക്കാളിയാണ്, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ. അതൊന്ന് വെന്ത് വരാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഒരു 2-3 പിടിയെടുത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ നമ്മളെപ്പോഴും ബിരിയാണിക്ക് ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും പുതിനയിലയും മല്ലിയിലയും അരച്ച് ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കിട്ടുന്നത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അറിയത്തുമില്ല, അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാകത്തിന് തൈര് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സോയാ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതും കൂടി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി എപ്പോഴും നിങ്ങൾ ഫസ്റ്റിലെ തന്നെ വെള്ളത്തിലിട്ടേക്കുക. അത് 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്
വാർത്തെടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ അത്, ഇല്ല ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ സോയ ചങ്ക്സിന് പകരം അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ അതിട്ട് വഴറ്റിയതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം ഒരു 10-15 മിനിറ്റ് ഇതിൽ മസാലയിൽ കിടന്ന് നന്നായിട്ട് അരി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രമാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അരിയും വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് പാകത്തിന് ലെമൺ ജ്യൂസും പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് റെഡിയായിട്ട് വരും. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി, ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നതെങ്കിൽ 1 വിസിൽ കേൾപ്പിക്കുക. ഇല്ല ഇപ്പോൾ ലോ ഫ്ലെയിമിലായത് കൊണ്ടാണ് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ 2 വിസിൽ കേൾപ്പിക്കുന്നത് കേട്ടോ. ഇതിനിടയിൽ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് അലമ്പായി കിടക്കുമല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയുടെ പകുതിയല്ലേ എടുത്തിട്ടുള്ളൂ ബിരിയാണി ചെയ്യാനായിട്ട്. ബാക്കിയുള്ളത് ഞാൻ സലാഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിനെ റൈത്ത എന്നാണ് പറയുന്നത്. വെറുതെ തൈരിൽ ഈ സവാള ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് ഹസ്ബൻഡ് പുറത്തൊക്കെ പോയിട്ട് വന്ന് നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും മണി 10:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഹസ്ബൻഡിന് ഓട്സ് കൊടുക്കുന്നത്, ഓട്സ് സ്മൂത്തി അരച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ അതിൻ്റെ വിസിലൊക്കെ കേൾപ്പിക്കാനായിട്ട് അവിടെ വെച്ചേക്കുമല്ലേ, അത് വേവുന്നതിനിടയിൽ തന്നെ ഞാനിവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് കരുതി വേസ്റ്റ് ബോക്സിൽ 2 ബോക്സും നിറഞ്ഞിരിപ്പുണ്ട്. എൻ്റെ ഇരിക്കുന്ന ആ ഒരു ബ്ലാക്ക് കളർ കണ്ടോ, അത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ വരുന്ന ബോക്സില്ലേ, അത് ഞാൻ ഒരു 5-6 വർഷം മുന്നേ, 6ഒന്നും അല്ല അതിനും മുന്നേ ആണ്, 7 വർഷം മുന്നേ ഞാൻ മാരേജൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള വേസ്റ്റ് ബിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അതിപ്പോൾ റീസെൻ്റായിട്ടാണ് പൊട്ടിയതും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കളയാനും തോന്നുന്നില്ല. അകത്തൊന്നും വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ട് പുതിയതൊരെണ്ണം കൂടി മേടിച്ചിട്ട് ഇപ്പോൾ 2 ബോക്സും കൂടി നിറയുമ്പോൾ ഞാൻ അത് കവറിലേക്ക് വേസ്റ്റ് മാറ്റിയിട്ടാണ് കളയാനായിട്ട് ഹസ്ബൻഡിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കാമെന്ന് കരുതി അങ്ങനെ എന്തായാലും കൈയോടെ തന്നെ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പിന്നഴത്തേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. എന്തായാലും ഞാനിപ്പോൾ കിച്ചണിലെ ജോലികൾ ചെയ്യാനായിട്ട് എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു കുക്കിങ്ങും കൂടി ആയതുകൊണ്ട് കണ്ടതുകൊണ്ട് പെട്ടെന്നങ്ങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ 1-2 പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജുവും പിന്നെ സന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയൊക്കെയാണ് ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ദിവസത്തെ കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ടും ഇടുന്നത് കേട്ടോ. നമുക്കിപ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്ളോഗ് ചെയ്തതിൽ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വ്ളോഗിൽ കാണിക്കില്ലെങ്കിലും നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി മോട്ടിവേഷൻ ആവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്ളോഗ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ ക്ലീനിങ് വരാം, കുക്കിംഗ് വരാം, നമ്മുടെ മറ്റു കാര്യങ്ങൾ വരാം. അപ്പോൾ ഒരു ഹോം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ജോലി ചെയ്താലും തീരാത്ത ഒരു ജോലിയാണ് ഹോം മേക്കറിൻ്റെ ജോലി എന്ന് പറയുന്നത്. വീട്ടുപണി എളുപ്പമാണെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് തോന്നിയില്ലേ, എന്നെപ്പോലെ ഇതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഓരോ വീട്ടമ്മമാരും അവരുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ചെയ്യുന്നത്. നമ്മളൊക്കെ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. ഇതൊന്നും ചെയ്യാതെ ആരോടും പരിഭവവും പരാതിയും ഒന്നും പറയാതെ എന്തുമാത്രം പണികളാണല്ലേ ഒരു ദിവസം ഒരു വീട്ടമ്മ എടുക്കുന്നത്. ശരിക്കും നമ്മൾ അവരെയൊക്കെ നമസ്കരിച്ചേ പറ്റുള്ളൂ. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ സകല ജോലികളും നമ്മുടെ വീട്ടമ്മമാരുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കുറേശ്ശെ ജോലികൾ കൊടുത്ത്
സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരും കുറേശ്ശെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ അതൊരു വീട്ടമ്മയ്ക്കും വലിയ ഭാരമായിട്ട് തോന്നത്തില്ല. അത് വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും സന്തോഷം പകരുകയും ചെയ്യും. ഏതൊരു ജോലിയും ഷെയർ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഭാരം കുറയുന്നതോടൊപ്പം തന്നെ അതിൽ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളൊരു ബോണ്ടിങ്ങും കൂടി കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വീട്ടുജോലി എളുപ്പമാണെന്ന് കരുതുന്ന ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കട്ടെ അല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ രണ്ടുപേരോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് നട്ട്സും വെർമിസലിയൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മാളിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇതുപോലെ സേമിയ ചേർത്തിട്ടുള്ള ഫ്രൂട്ട് സലാഡ് കിട്ടിയായിരുന്നേ. അപ്പോൾ അത് കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ ഞാനത് ഉണ്ടാക്കി നോക്കി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അടിപൊളിയായിട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ഗ്യാരണ്ടിയാണ്. അതിൽ പറഞ്ഞേക്കുന്ന അതേ അളവിന് സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ കസ്റ്റർഡ് പൗഡർ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് വെർമിസലി ഇട്ടിട്ട് ട്രൈ ചെയ്തത്. ഞാൻ ആ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് പരീക്ഷിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ജ്യൂസോ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും കസ്റ്റർഡ് ആയിട്ടുള്ള ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ ഒരു തണുത്തത് നമുക്ക് റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ വെക്കേഷൻ അല്ലേ, കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചായിരുന്നേ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഈ കസ്റ്റർഡ് നമ്മൾ കഴിക്കുന്നത്, ഫ്രൂട്ട് കസ്റ്റർഡ് കഴിക്കുന്നത്. ബാലൻസ് ഉള്ളത് തണുപ്പിച്ചിട്ട് നൈറ്റ് കഴിച്ചു. ശരിക്കും തണുപ്പിച്ചിട്ട് കഴിച്ചപ്പോഴാണ് ശരിക്കും എൻ്റെ ടേസ്റ്റ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആമിയുടെ ഗെയിംസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആമിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഈ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് അവരുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള ഗെയിംസ് കൂടുതൽ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വലിയ അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നത്തില്ല. പണ്ട് കാലത്ത് നമ്മളൊക്കെ ഈ ഫോണൊക്കെ വരുന്നതിന് മുന്നേ കളിച്ചിരുന്ന ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണിത്. അതിൻ്റെ ഒരു മോഡേൺ വെർഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആമിക്ക് ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. സ്നേക്ക് ആൻഡ് ലാഡറും പിന്നെ ലൂഡോയുടെ സംഭവം, പിന്നെ ആ ഒരു XO എന്ന് വെച്ചിട്ടുള്ള ഇല്ലേ, അതെനിക്ക് അറിയത്തില്ല അതെന്ത് ഗെയിമാണെന്ന്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഒരു മാഗ്നറ്റ് പോലത്താണ് കേട്ടോ. അത് വെച്ചിട്ട് കറക്റ്റ് ആ ഹോളിലൂടെ ആ മുത്തുകളെല്ലാം അവിടെ എത്തിക്കണം. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും അതുപോലെ തന്നെ കൂടുതൽ ഫോക്കസ്ഡ് ആവാനും ഒക്കെ ഇത്തരം ഗെയിമുകൾ ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ അവരെ കൂടുതൽ ഫോണിലോ അല്ലെങ്കിൽ TV-യിലോ ഒന്നും അഡിക്ഷൻ ആക്കാതെ ഇതുപോലുള്ള സമ്മർ വെക്കേഷൻ സമയത്ത് മക്കളെ കൂടി നമ്മൾ ഇതിലൊക്കെ കുറച്ചൊന്ന് എൻഗേജ്ഡ് ആക്കുക. നമ്മൾ പാരൻസും അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോറടിക്കില്ലേ. ഇവിടെ ഹസ്ബൻഡും ഞാനും കൂടെ കൂടാറുണ്ട്. ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അവളോടൊപ്പം ഇരുന്ന് കളിക്കും. ജോലിയുടെ ഇടയിലും അവൾ എന്നോട് വന്ന് കളിക്കണമെന്ന് ആവശ്യപ്പെടും. ഞാൻ ഫ്രീ ആണെങ്കിൽ അവളോടൊപ്പം ഇരിക്കാറുണ്ട്. അതുപോലെ ഹസ്ബൻഡും കൂടെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സമ്മർ വെക്കേഷൻ ഇതുപോലെ അടിപൊളിയാവട്ടെ. കുട്ടികളെ കൂടുതൽ ഭാരം കൊടുത്ത് മറ്റുള്ള സമ്മർ വെക്കേഷൻ ക്ലാസ്സിനും മറ്റൊന്നും വിടാതെ തന്നെ വീട്ടിലിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ കൂടുതൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരുടെ ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും അവരുടെ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്കൊരു തോന്നൽ. നമ്മൾ സ്കൂളിൽ വിടുന്നേക്കാളും കൂടുതൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. സ്കൂളിൽ വിടുന്നേക്കാളും കുറച്ചും കൂടി അവരെ ഒന്ന് കൂടുതൽ ചേർത്ത് നിർത്താനും അവരുമായിട്ടുള്ളൊരു ബോണ്ടിങ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.